നമ്മൾ പോകുന്നത് വോട്ടർമാരുടെ ശബ്ദം നാടാകെ കേൾപ്പിക്കുന്ന സെഗ്മെന്റിലേക്കാണ്. മൈക്ക്. അപ്പോൾ അങ്ങനെയാണ് പ്രേക്ഷകർക്കറിയാം ജാതിമത, അല്ലെങ്കിൽ കേരളത്തിനറിയാം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ തുകൽപന്തിനെ അല്ലെങ്കിൽ ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്നവരാണ് മലപ്പുറംകാർ. അത് മാത്രമല്ല, വളരെ വളരെ ക്ലാരിറ്റിയുള്ള, വളരെ വ്യതിരിക്തമായ രാഷ്ട്രീയ ബോധം ഉള്ളിൽ പേറുന്ന മനുഷ്യരാണ് ഓരോരുത്തരും. അപ്പോൾ ഒരു ഫുട്ബോൾ ടർഫിലേക്ക് പോകുന്നു, അവിടെ നടക്കുന്നു ചില രാഷ്ട്രീയ ചർച്ചകൾ. മൈക്ക്. ഇവിടെ BJP ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന മുസ്ലിം ലീഗ് മുന്നണി സംവിധാനത്തിൽ എന്തായാലും ഈട്ടി വലിയ ഭൂരിപക്ഷത്തിൽ വരുന്നുള്ളതാണ്. ഒരിക്കലും അട്ടിമറി ഉണ്ടാവില്ല. ഒരിക്കലും ഒരു അട്ടിമറി ഒരിക്കലും ഉണ്ടാവില്ല. പൊതുച്ചോറിന്റെ നേതാവാണ്. ജനങ്ങൾക്ക് എത്ര ആളുകൾക്ക് എത്ര ഉപകാരം ചെയ്ത ആളറിയോ? ജയിക്കട്ടെ, വസീബ് ജയിക്കട്ടെ. പൊതിച്ചോറ് എങ്ങനെ ജയിക്കണേ? എന്തായാലും റൈറ്റ് കൂടെ കയറിയിട്ട് എന്തായാലും UDF മുന്നിലേ വരും. റൈറ്റ് ജയിക്കണം എന്ന് അവകാശപ്പെടുമ്പോ റൈറ്റ് എന്ത് ചെയ്തു കൂടി പറഞ്ഞല്ലോ. എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ ഒരുപാട് സംവിധാനം മലപ്പുറം ജില്ലത്തെ ഈ പ്രദേശത്തെ എല്ലാ പ്രദേശത്തും പറയുന്നതാണ് ഇവിടെ എന്ത് ചെയ്തു ഇതിപ്പോ എന്തല്ലോ ഇപ്രാവശ്യം പൊന്നാനി ഫ്രണ്ട് ടയർ ബാക്കും ബാക്ക് ടയർ ഫ്രണ്ട് കുട്ടമായി. ഇപ്പൊ ക്ലച്ച് ഇല്ലാത്ത വണ്ടിയില്ലേ? ഇലക്ട്രിക്കൽ വണ്ടിയില്ലേ? ക്ലച്ച് ഇല്ലാത്ത വണ്ടി, ഇലക്ട്രിക്കൽ വണ്ടിയില്ലേ? അതിലേക്ക് കൂട്ടിയാൽ മതി. കാണുന്നത് ഒരൾട്ടാ വീട്ടാണ്. പൊന്നാനിന്ന് മലപ്പുറത്തും കൊടുന്നു, മലപ്പുറത്ത് പൊന്നാനിക്കും കൊണ്ടുപോയിരുന്നല്ല. അതെന്ത് മാറ്റമാണ് ഇവിടെ ഉള്ളത്? ഒരു മാറ്റമില്ല. എന്തൊക്കെ ചെയ്തു ലീഗ്? നമ്മൾ അങ്ങനെ കൂടെ പറഞ്ഞല്ലോ. എന്ത് നേതാക്കന്മാര് പറഞ്ഞനുസരിച്ചുള്ള സ്ഥാനാർത്ഥിക്ക് ഇവിടെ അണികൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് UDF ആണ്. അതിൽ സംശയമാണ്. പൊന്നാനി വികസനം ചെയ്യാനായിട്ടാണ് ഈട്ടിനെങ്കിലും മാറ്റിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് തന്നെ പ്രതിഷേധമുണ്ട്. മുസ്ലിം ലീഗിന്റെ നല്ലൊരു നാല് വികസനം. ഇപ്പൊ BJP ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. ഇന്ത്യയിലെ പെൻഷൻ മുടങ്ങി എത്ര കാലമായി? 6-7 മാസമായി പെൻഷൻ മുടങ്ങി. ഇതുവരെ ഫണ്ട് കൊടുക്കട്ടെ. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സർക്കാരും കടം തരാൻ വേണ്ടി സുപ്രീം കോടതി സമീപിച്ച ചരിത്രം കേരളത്തിലുണ്ടായിട്ടില്ല. അതൊക്കെ ഒരു മര്യാദ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യനോടുള്ള നിങ്ങൾക്ക് കേരളത്തിലുള്ള അസൂയാണ്. എന്താണ് നിങ്ങൾക്ക്? ഒരു കുട്ടിയെ നമ്മള് കടയ്ക്ക് പറഞ്ഞാൽ കണക്ക് കൊടുക്കണം. അതേപോലെ കണക്ക് കൊടുക്കാതെ കേരളം പോലത്തെ ഒരു നല്ലൊരു സംസ്ഥാനം BJP കാണിച്ചു തരാൻ പറ്റും. BJP ആയിരിക്കണം ഒരു സംസ്ഥാനം കാണിച്ചു തരാൻ പറ്റൂല. നിങ്ങളെ കൊണ്ട് അതിലൊന്നുമില്ല. ഇന്ത്യയിലുള്ളിലാണ് കേരളം. ആണ്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളും എങ്ങനെ തുല്യം? യുപിന്റെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ എന്താ? യുപിന്റെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ എന്താ? കുറെ കാലം ഇവർക്ക് കേരളം പോലെ നല്ല സുന്ദരമായിരുന്നു. ഇപ്പൊ സുന്ദരമല്ല അർത്ഥമുണ്ടോ? അപ്പൊ ഇവര് CPM ഭരിക്കുന്ന സ്ഥലങ്ങള് സുന്ദരമാണ്, മറ്റൊരു സ്ഥലങ്ങൾ സുന്ദരമല്ല അർത്ഥം എന്താത്തുള്ളത്? കേരളത്തിനേക്കാൾ എന്ത് മികച്ച മുന്നേറ്റമാണ് ഗുജറാത്തിലുള്ളതെന്ന് പറഞ്ഞാൽ റോഡുകൾ എന്തൊക്കെ കാണാം? ജെയിംസ് കോളേജ് എന്ത് റോഡ്? ഒന്നുമില്ല. നല്ല ആശുപത്രി. നമുക്കറിയാം രണ്ട് നാണയങ്ങളാണ്. ഒരു രൂപന്റെ നാണയങ്ങളെ ഒരേ മാറി മച്ചിട്ട് മാറിക്കാണ് ഇവരത്. BJPയും CPM ഒരേ മാറിക്കാണ്. മുസ്ലിം ലീഗാണ് ഇവിടുത്തെ പഞ്ചായത്ത് BJPന്റെ ആൾക്കാരെ ലീഗാര്. ഇവിടെ പൗരത്വ ഭേദഗതി പൗരത്വ ബില്ല് വന്നിട്ട് മുസ്ലിം ലീഗ് ഒരു പ്രകടനം നടത്തിയില്ല. ഇവിടെ സമാധാനിക്കാട്ടും കുഞ്ഞാലി സാഹിബിന് ഏറ്റവും കൂടുതൽ ഈട്ടിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും ഈ മലപ്പുറം മണ്ഡലത്തിൽ നിന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ കളി കണ്ടു. കളി കാണാനായിട്ട് ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തവണ ഇവിടുത്തെ ഇലക്ഷൻ? എന്തായിരിക്കും ഇവിടുത്തെ ഇലക്ഷൻ? ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഈ പാങ്ങിനെ സംബന്ധിച്ച് UDF ആണ് ഇവിടെ ജയിച്ചു പോകേണ്ടത്. എന്തെങ്കിലും MP ഫണ്ടിൽ നിന്ന് ഇവിടെ ചെയ്തൊന്ന് ചൂണ്ടിക്കാട്ടാൻ ഒന്നുമില്ല. അപ്പൊ ആശു വിജയിക്കണം എന്നാണ് ആഗ്രഹം. ഇടതുപക്ഷം കുറെ ആയി ഇപ്പൊ ലീഗ് ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ നമുക്ക് മലപ്പുറത്ത് വികസനം എന്ന് പറഞ്ഞ സാധനം ഇന്ന് വരെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മളൊരു ആഗ്രഹം വസീഫ് ജയിക്കണം എന്നാണ്. അതിപ്പോ എന്താ പറയാനുള്ളത്? ഇവരൊക്കെ ഏത് പറഞ്ഞാലും ശരി, വോട്ട് എണ്ണുമ്പോ UDF കയറി അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വെറുതെ വർത്തമാനങ്ങൾ അവർ പറയാന്നല്ലാതെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തിൽ ഇവിടെ ചെയ്യും. വിനീത് നാരായണൻകുട്ടി പറയുകയാണ് ഇതാണ് സ്റ്റണ്ട് എന്ന് പറയുന്നത്. ഒരിഞ്ഞ പോരാ എന്ന് പറയുന്നത്. പക്ഷെ നല്ല സൗഹൃദമുള്ള സൂക്ഷിച്ചുകൊണ്ടാണ് ആ സ്റ്റണ്ടല്ലേ.